എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. പല രോഗങ്ങളും ചികിത്സിച്ച് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടുകളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. രോഗത്തിൻ്റെ തീവ്രതക്കനുസരിച്ചും രോഗിയുടെ ശാരീരിക മാനസിക അവസ്ഥയ്ക്കനുസരിച്ചും ട്രീറ്റ്മെൻറ്റ് കാലാവധി വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷേ ചികിത്സിച്ച് മാറ്റാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രോഗങ്ങൾ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സാണ് എന്നാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന പേരിൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്. നമ്മുടെ ശരീരത്തിനകത്തുള്ള കോശങ്ങൾ തന്നെ, നമ്മളെ സംരക്ഷിക്കേണ്ടുന്ന കോശങ്ങൾ തന്നെ നമുക്കെതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടുണ്ടാകുന്ന രോഗങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസാണ് SLE, ലൂപ്പസ് എന്ന് നമ്മൾ വിളിക്കുന്ന സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമാറ്റോസിസ് എന്ന് പറയുന്ന, മുഖത്തൊക്കെ വലിയ ബട്ടർഫ്ലൈ റാഷസ്, ഒരു വലിയ കലകളൊക്കെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന പല സന്ധികളെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം. അതൊക്കെ ഡീജനറേറ്റീവാണ്. പോകെ ഇതിൻ്റെ തീവ്രത കൂടി രോഗിയെ കിടപ്പിലാക്കുന്ന ഒരു രോഗമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഒക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് വ്യാപകമായി കാണുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ആമവാദം എന്ന് നമ്മൾ വിളിക്കുന്ന വാദം. മറ്റൊരു കാര്യമാണ് സീലിയാക് ഡിസീസ്, അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിനകത്ത്, ദഹന വ്യവസ്ഥയ്ക്കകത്ത് വരുന്ന വൻകുടലിൽ വരുന്ന പ്രശ്നം. രക്തം അടക്കം ലൂസായിട്ട് മോഷൻ പോയിക്കൊണ്ടിരിക്കുക, പേഷ്യൻറ്റിന് മരണകാരണം വരെ ആയേക്കാവുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂണാണ് സീലിയാക് ഡിസീസ്. അതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസ്, പ്രമേയ രോഗം, ജുവനൈൽ ഡയബറ്റീസ് എന്ന് വിളിക്കുന്ന കൊച്ചു കുട്ടികളെ ബാധിക്കുന്ന ടൈപ്പ് 1 ഡയബറ്റീസും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. സോറിയാസിസിൻ്റെ പല വകഭേദങ്ങളും തന്നെ ഓട്ടോ ഇമ്മ്യൂണായിട്ട് നമുക്ക് പരിഗണിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഓട്ടോ ഇമ്മ്യൂണാണ് ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കുന്ന തൈറോയ്ഡ് ആൻറ്റിബോഡി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ അനേകം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ ഉണ്ട്. എങ്ങനെയാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിനെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുക? ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഓട്ടോ ഇമ്മ്യൂണുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന, വളരെ ലിങ്ക്ഡായിട്ട് കിടക്കുന്ന ഒരു വൈറസിനെ കുറിച്ചാണ്. ഒരു പുതിയ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഒരു അറിവാണ് എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന വൈറസിന് ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുമായിട്ടുണ്ടാകുന്ന കണക്ഷൻ. എപ്സ്റ്റീൻ ബാർ വൈറസ് മാത്രമല്ല, ലോകത്തിലുള്ള ഏത് വൈറസോ ബാക്ടീരിയയോ ശരീരത്തിനകത്ത് കയറിയായാലും ശരീരം അതിനെതിരായിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. ഈ ആൻറ്റിബോഡീസുകളാണ് പൊതുവായിട്ട് ഈ രോഗത്തിന് എതിരായിട്ടുള്ള, ആ വൈറസിനെതിരായിട്ടുള്ള പ്രതിപ്രവർത്തനം നടത്തുന്നത്. വാക്സിനേഷൻസൊക്കെ ഇങ്ങനെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ, വൈറസ് കൊണ്ട് ബാധിക്കുന്ന ചില രോഗങ്ങൾ വന്നാൽ പിന്നീട് വരില്ല എന്നൊക്കെ നമ്മൾ പറയുന്നതും. ഉദാഹരണത്തിന് ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സിൻ്റെ വൈറസിനോട് നമുക്കൊരു പ്രതിരോധം ഉണ്ടാവുകയും അത് പൂർണ്ണമായും സ്വാഭാവികമായി മാറിയ ഒരു ചിക്കൻ ബോക്സ് ആണെങ്കിൽ രണ്ടാമത് വരാനുള്ള സാധ്യത വളരെ കുറയുന്നത്. ഇവിടെയാണ് ഈ എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് ഞാൻ പറയുന്ന ഈ വൈറസിൻ്റെ വ്യത്യസ്തത ഉള്ളത്. എപ്സ്റ്റീൻ ബാർ വൈറസിന് സാധാരണഗതിയിൽ നമ്മുടെ പ്രതിരോധ കോശങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. അതായത് ഈ പ്രതിരോധ കോശങ്ങളെ തന്നെ മാറ്റാനുള്ള കഴിവുള്ള ഒരു വൈറസാണ് എപ്സ്റ്റീൻ ബാർ വൈറസ്. മറ്റ് ചില വൈറസുകളെ പോലെ ഈ വൈറസും ശരീരത്തിനകത്ത് ചില കാലാവസ്ഥകളിൽ പതുങ്ങി ഇരിക്കും. കാലാവസ്ഥ ശരിയായ രീതിയിൽ വരുന്ന സമയത്ത് ഇത് വീണ്ടും പുറത്തേക്ക് അതിൻ്റെ ശരിയായ സ്വഭാവം കാണിക്കും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വന്ന ചിലർക്കെങ്കിലും ചില കാലയളവിൽ പൂർണ്ണമായിട്ട് ശാന്തത അനുഭവപ്പെടുകയും കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇത് വീണ്ടും ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ചില പ്രത്യേക പ്രോട്ടീനുകളാണ് ഈ നമ്മുടെ ശരീരത്തിനകത്തുള്ള പ്രതിരോധ കോശങ്ങളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതിനെ എതിരായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ട് എന്നുള്ളതാണ് എപ്സ്റ്റീൻ ബാർ വൈറസിനെ മറ്റ് വൈറസുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എപ്സ്റ്റീൻ ബാർ വൈറസ് കൊണ്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് കിസ്സിംഗ് ഡിസീസ് എന്ന് വിളിക്കപ്പെടുന്ന ഇൻഫെക്ഷ്യസ് മോണോന്യൂക്ലിയോസിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കൗമാരപ്രായക്കാരിലൊക്കെയാണ് ഇത് കണ്ടുവരിക. ഇത് ശരീരത്തിലെ സ്രവം മറ്റൊരു വ്യക്തിയിലേക്ക് പകരുകയാണെങ്കിൽ അത് വളരെ സ്വാഭാവികമായിട്ട് യൂറോപ്പിലൊക്കെ കിസ്സിങ്ങിൽ കൂടെ വ്യാപകമായിട്ട് പകർന്നത് കൊണ്ടാണ് ഇതിനെ കിസ്സിംഗ് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പുറകിലുള്ള വൈറസ് എപ്സ്റ്റീൻ ബാർ വൈറസാണ്. സാധാരണ ഇങ്ങനെ ശരീരത്തിലേക്ക് കയറുന്ന വൈറസ് ഏതാനും ആഴ്ചകളിലേക്ക് ചില അസ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ടാക്കും.
കണ്ണുനീര് വരിക, ഇറിറ്റേഷൻ ഉണ്ടാവുക, തൊണ്ടയിൽ വേദന ഉണ്ടാവുക, അങ്ങനെ ടോൺസിലൈറ്റിസ് പോലെയുള്ള പല പ്രശ്നങ്ങളും, ശരീരത്തിന് അതികഠിനമായ ക്ഷീണം ഉണ്ടാവുക, വേദനകൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നീട് ഈ വൈറസ് റൂഡിമെൻ്റായിട്ട് പോവുകയും അത് ഒതുങ്ങിപ്പോവുകയും കാലാവസ്ഥ എല്ലാ അനുകൂല സാഹചര്യമായിട്ട് വരുന്ന സമയത്ത് ഇത് ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറായിട്ട് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തന്നെ അറിയാം. വളരെ കൃത്യമായിട്ട് ശ്രദ്ധയോടെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും കഴിയും. നമ്മുടെ ശരീരത്തിനകത്ത് ടി സെൽസ് എന്ന് പറയുന്ന സെല്ലുകളാണ് പൊതുവായിട്ട് നമുക്ക് പ്രതിരോധ ശേഷി തരുന്നത്, ഇമ്മ്യൂണിറ്റി തരുന്നത്. ഈ തന്നെ ടി ഹൈപ്പർ 17 സെൽസ് എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു കോശങ്ങളുണ്ട്. ടി ഹൈപ്പർ 17 സെൽസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരേ സമയം അത് ശരീരത്തിനെ സംരക്ഷിക്കുവാനും അതേപോലെ തന്നെ ശരീരത്തിന് രോഗം ഉണ്ടാക്കുവാനും ഉതകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ ടി ഹൈപ്പർ 17 സെൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് ഈ ടി ഹൈപ്പർ 17 സെൽസൊക്കെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് അതിന് HIV വൈറസിനെ പോലും ചെറുക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതേസമയം ഇത് അത്ര സ്ട്രോങ് അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതിന് സാധാരണഗതിയിൽ നമ്മൾ എപ്പിജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ പരിസ്ഥിതി മാത്രമല്ല, ശരീരത്തിൻ്റെ കലകൾക്ക് ചുറ്റുമുള്ള ചുറ്റുപാടടക്കം അതിനെ സ്വാധീനിക്കാം. അപ്പോൾ നല്ല ഒരു പരിസ്ഥിതി ഉണ്ടെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ടി ഹൈപ്പർ 17 സെൽസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കോശങ്ങളെ നമ്മൾക്ക് നമ്മുടെ അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന കോശങ്ങളായിട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് ഈ നല്ല അനുകൂലമായിട്ടുള്ള ഒരു പരിസ്ഥിതി ഈ ടി സെൽസിന് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നത് മാത്രമാണ്. അത്തരത്തിലൊരു പ്രകൃതം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് വീണ്ടും ഉണ്ടാകാത്ത രീതിയിൽ, റിമിഷൻ ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതിനെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനെ ഒരു സൈഡിലേക്ക് പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ വേണ്ടി കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ട്രിഗർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ടി സെൽസിനെ നമുക്ക് മോശം കാലാവസ്ഥ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിലേറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് സ്ട്രെസ്സാണ്. ടെൻഷൻ നമുക്കറിയാം, കോർട്ടിസോൾ പോലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്ട്രെസ്സിന് കഴിയും. അതൊക്കെ ശരീരത്തിനകത്ത് സ്ട്രെസ് ഉണ്ടാക്കുകയും ഓക്സിഡേഷൻ ഉണ്ടാക്കാൻ കാരണമാകുകയും ചെയ്യുന്ന ഘടകങ്ങളാണ്. പലപ്പോഴും ഒരു വലിയ ബ്രേക്ക് ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ വളരെ അടുത്ത ഏതെങ്കിലും ബന്ധുവിൻ്റെ അകാല നിര്യാണമോ അല്ലെങ്കിൽ വിയോഗമൊക്കെ ഉണ്ടായതിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു വലിയ പേഴ്സണൽ ലോസോ ബിസിനസ് ലോസോ ഉണ്ടായതിന് ശേഷമാണ് മിക്ക ആൾക്കാർക്കും ഓട്ടോ ഇമ്മ്യൂൺ സ്റ്റാർട്ട് ചെയ്യുക. കാരണം അവിടെ ഈ പറയുന്ന സ്ട്രെസ്സ് കൂടുകയും കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയും അതുവഴി അത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്കുണ്ടാകാൻ കാരണമാകുന്ന ടി സെൽസിൻ്റെ ആക്ടിവിറ്റീസ് നമുക്കെതിരായി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ സ്ട്രെസ്സ് കുറക്കാം. എങ്ങനെയാണ് ഈ സ്ട്രെസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ പല രീതിയിൽ അതിൻ്റെ പഠനങ്ങളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് പൊതുവായിട്ട് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റൊക്കെ ഉണ്ട്. അതിൽ നിങ്ങളുടെ സിമ്പതറ്റിക് ആണോ പാരാസിമ്പതറ്റിക് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതും ടെൻഷൻ കുറക്കുന്നതുമായ നാഡീ വ്യവസ്ഥ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ആ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പിന്നീട് നമ്മുടെ വയറിനകത്തുള്ള ഡിസ്ബയോസിസ് അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് കാരണമാകും. അപ്പോൾ അവിടെയും വരുന്നത് ഗട്ടിൻ്റെ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയുടെ ഒരു ഇൻവോൾവ്മെൻറ്റിലേക്കാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് നമ്മുടെ ദഹന വ്യവസ്ഥയിലെ നല്ല ബാക്ടീരിയയെ കൊല്ലുകയും ചീത്ത ബാക്ടീരിയയുടെ വളർച്ച കൂടുതലുണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത് കൂടാതെ തന്നെ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഗട്ടിലുണ്ടാക്കുന്ന റേഡിയേഷൻസാണ്. നമ്മുടെ കാറ്റ് സ്കാൻ പോലെയുള്ള സ്ഥിരമായി ഒട്ടനവധി തവണ കാറ്റ് സ്കാനിന് വിധേയമാകുന്ന ആൾക്കാർക്കൊക്കെ വയറ്റിനകത്ത് ഈ ഉണ്ടാക്കുന്ന റേഡിയേഷൻ കൊണ്ടും ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂണിനുള്ള ഒരു ട്രിഗറായിട്ട് മാറാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ ഡിസ്ബയോസിസ് മാറ്റാനുതകുന്ന രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളിലേക്കൊക്കെ നമ്മൾ വരേണ്ടതും ആവശ്യമാണ്.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡ്സ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകൾ, എസ്പെഷ്യലി നമ്മൾ സ്റ്റിറോയിഡ്സും ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂണിന് വളരെ നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില ന്യൂട്രീഷൻ്റെ ന്യൂനത കൊണ്ടും നമുക്ക് ഈ പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകൾ ഉണ്ടാകാം. പ്രധാനമായിട്ട് വൈറ്റാമിൻ ഡി, സിങ്ക് തുടങ്ങിയ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടും നമുക്ക് ഓട്ടോ ഇമ്മ്യൂണിൻ്റെ ഒരു ഗ്രൗണ്ട് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ സാധാരണ വൈറ്റാമിൻ ഡി നന്നായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യും. ഒരു 40,000 ഇൻ്റർനാഷണൽ യൂണിറ്റ് വരെ നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലാണ് പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനെ നമുക്ക് കൺട്രോളിലേക്ക് വരുത്താൻ വേണ്ടി കഴിയുക. അതേപോലെ തന്നെ സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സിങ്ക് എന്ന് പറയുന്നത്. ഈ സിങ്ക് ഒരു ദിവസം 50 മില്ലിഗ്രാം വരെയെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ടും ഉണ്ട്. പിന്നെ ഈ സ്ട്രെസ് ഉണ്ടാക്കാൻ ഉതകുന്ന മറ്റൊരു കാരണം പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൽ ചിലതെങ്കിലും പ്രഗ്നൻസി ടൈമിൽ ഗർഭാവസ്ഥയിൽ ഇല്ലാതെയായിട്ട് പോകും, ഓട്ടോ ഇമ്മ്യൂൺ താൽക്കാലികമായിട്ട് മാറും. മറ്റ് ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഈ ഗർഭാവസ്ഥയിൽ ഉണ്ടാവുകയും ചെയ്യും. പലരും പറയാറുണ്ട്, എനിക്ക് സോറിയാസിസ് ഒക്കെ വന്നത് ഗർഭിണിയാവുന്ന സമയത്താണ്, അല്ലെങ്കിൽ പ്രസവാനന്തരം ഇത് വളരെയധികം മൂർച്ഛിക്കുകയുണ്ടായതൊക്കെ നിങ്ങൾ പലരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ ഈ പ്രഗ്നൻസിയിലുണ്ടാകുന്ന സ്ട്രെസ്സും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽപ്പെടുന്ന എല്ലാവിധ സ്ട്രെസ്സുകളെയും നിയന്ത്രിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് വളരെയധികം ഗുണപ്രദമായിട്ട് ഉപയോഗിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എയറോബിക് എക്സസൈസുകൾ. ശരീരത്തിലധികം വിയർക്കാതെ തന്നെ നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, ഒരു ലോങ് വാക്ക്, വളരെ നീണ്ട ഒരു നടത്തം, അല്ലെങ്കിൽ നീന്തൽ പോലെയുള്ള കാര്യങ്ങൾ, യോഗ പോലെയുള്ള കാര്യങ്ങൾ, ശ്വസന ക്രമീകരണം പോലെ, പ്രാണായാമം പോലെയുള്ള പല കാര്യങ്ങളും സ്ട്രെസ്സിനെ കുറക്കുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈക്ലിംഗ് പോലെയുള്ള ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യായാമത്തിലേക്ക് നിങ്ങൾ പോകുന്നതും വിറ്റാമിൻസ് കൊടുക്കുന്നത് പോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കേണ്ടുന്ന വൈറ്റാമിനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റാമിൻ ഡിയും സിങ്കും ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റാമിൻ B1. വൈറ്റാമിൻ B1 നിങ്ങൾക്ക് സപ്ലിമെൻ്റായിട്ട് ചെയ്യാം. വൈറ്റാമിൻ കെ, പ്രത്യേകിച്ച് വൈറ്റാമിൻ K2 നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ മഗ്നീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃത്യമായ ന്യൂട്രീഷൻ ഇംപ്ലിമെൻറ്റേഷൻസും നിങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂണിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡിസ്ബയോസിസ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ശരീരത്തിനകത്തുള്ള ബാക്ടീരിയകളുടെ തുലനാവസ്ഥയെ സമീകൃതമായിട്ട് കൊണ്ടുവരിക. അപ്പോൾ അതിന് നമുക്ക് പൊതുവായിട്ട് പല രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുക നല്ല ഡോസിൽ പ്രോബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. പക്ഷെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നിയ പടി ഒത്തിരി ഈ പ്രോബയോട്ടിക്കുകൾ കൊടുക്കാൻ വേണ്ടി പാടില്ല. പ്രോബയോട്ടിക്സുകൾ വളരെ മിതമായ രീതിയിലും അതിൻ്റെ സ്ട്രെയിൻസ് നോക്കി വളരെ കൃത്യമായ അനുപാതത്തിലുമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള പ്രോബയോട്ടിക്കുകൾ ചെറിയ അളവിലാണ് നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി മൂന്നാമതായിട്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓട്ടോ ഇമ്മ്യൂണിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ചെയ്യാൻ ശാസ്ത്രീയമായി തെളിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ്, ഉപവാസം, ഭക്ഷണം കഴിക്കാതിരിക്കുക. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക? മിക്കവാറും എല്ലാ രോഗങ്ങൾക്കും തന്നെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വളരെയധികം ഗുണപ്രദമാണെന്ന് നമുക്കറിയാം. ഒരു 15 മണിക്കൂറോളം ഭക്ഷണം കഴിക്കാതിരിക്കുക, ശേഷിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായ ഭക്ഷണങ്ങൾ കഴിക്കുക. പക്ഷേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആകുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല റിസൾട്ട് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് 48 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗ് ആണ്. ഇപ്പോൾ ചിലരെങ്കിലും തമാശയിൽ കമൻറ്റ് ഇടാൻ സാധ്യതയുണ്ട്, 48 മണിക്കൂറൊക്കെ കഴിക്കാതെ ഇരുന്നാൽ മരിച്ചു പോകില്ലേ? മരിച്ചു പോകാനൊന്നും പോകുന്നില്ല. ഒരു മനുഷ്യനും 48 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാതെയുള്ള ഫാസ്റ്റിംഗ് അല്ല, വളരെ തിന്നായിട്ടുള്ള ജ്യൂസുകൾ കുടിച്ചുകൊണ്ട്, കട്ടിയില്ലാത്ത ജ്യൂസുകൾ കുടിച്ചുകൊണ്ട്, വെള്ളവും ധാരാളം കുടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഭക്ഷണ ക്രമീകരണ രീതിയാണ് ഈ 48 മണിക്കൂർ ഫാസ്റ്റിംഗ്. ഒരു മാസത്തിൽ 2 തവണ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 2 ദിവസത്തേക്ക് നിങ്ങൾ ഇത്തരത്തിൽ നടത്തുന്ന ഒരു ഫാസ്റ്റിംഗ് നിങ്ങൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗിയാണെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും രോഗവിമുക്തനാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമായിട്ട് നമുക്ക് പരിഗണിക്കാൻ വേണ്ടി കഴിയും. മറ്റൊന്ന്, ഇൻഫെക്ഷൻസ് എപ്പോഴും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇൻഫെക്ഷൻസ് വർദ്ധിക്കുന്ന സമയത്താണ് ഈ ഇമ്മ്യൂണിറ്റി, നമ്മുടെ T സെൽസിനെ അത് കൂടുതൽ
ബാധിക്കുകയും നമ്മുടെ പ്രതിരോധ ശേഷി തളർന്നു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, നീർക്കെട്ടുകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായും ധാരാളമായിട്ട് omega-3 കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. അതേപോലെ തന്നെ omega-6 അടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങൾ കുറച്ച് കൊണ്ടുവരേണ്ടതും അതിനേക്കാളും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കീറ്റോജനിക് ഡയറ്റിലേക്ക് നിങ്ങൾ പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിന് ഇടയിലൊരു പത്രവാർത്ത വളരെ വ്യാപകമായിട്ട് പ്രചരിക്കുകയുണ്ടായി. നിങ്ങൾ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതൊക്കെ അപകടമുണ്ടാക്കും, കാർഡിയോവാസ്കുലർ അറ്റാക്ക് ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നൊക്കെ പറയുന്ന ഒരു അബദ്ധജടിലമായിട്ടുള്ളൊരു വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത് തീർത്തും തെറ്റായിട്ടുള്ളൊരു ന്യൂസാണ്. ഏതോ ഒരു സെമിനാറിൽ വന്ന ഒരു പേപ്പർ പ്രസൻറ്റേഷൻ, അതിനകത്ത് യാതൊരു സ്റ്റഡി പോലും ചെയ്യാതെ ഫോൺ കോളിൽ നടത്തിയ ഒരു ഒബ്സർവേഷൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് ശരീരത്തിന് ഏറ്റവും നല്ലതാണെന്നുള്ള ആയിരക്കണക്കിന് പേപ്പേഴ്സ് ഇന്ന് അവൈലബിളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കീറ്റോജനിക് ഡയറ്റിലേക്ക് പോവുക. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, പഞ്ചസാര അടക്കമുള്ള റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചിട്ടയിലേക്ക് ഏതാനും മാസങ്ങളിലേക്ക് നിങ്ങൾ പോവുക. ഇനി ഇതുപോലെ എപ്സ്റ്റൈൻ ബാർ വൈറസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, വന്നിട്ടുണ്ടെങ്കിൽ, എപ്സ്റ്റൈൻ ബാർ വൈറസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ബാക്കിയുള്ള വൈറസ് പോലെയല്ല. ഇതിൻ്റെ പരിസ്ഥിതിക്കനുസരിച്ച് ഇതിന് മാറ്റം വരുന്നുകൊണ്ടേയിരിക്കാവുന്ന ഒരു പ്രത്യേക ജനസിൽപ്പെട്ടത് തന്നെയാണ് ഈ എപ്സ്റ്റൈൻ ബാർ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായ ഇടപെടലുകൾ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണത്തിലും സ്ട്രെസ്സിലും കൃത്യമായ ഫാസ്റ്റിങ്ങിൽ കൂടിയോ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻസിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് എപ്സ്റ്റൈൻ ബാർ വൈറസിൻ്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ കുറച്ചു കൊണ്ടുവരാനും അതുവഴി പൂർണ്ണമായിട്ടും തന്നെ മിക്ക ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിനെയും പൂർണ്ണമായി ഒഴിവാക്കാനും കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.